ഇന്നലെ നമ്മള് പ്രോപ്പർട്ടീസ് അല്ലേ പറഞ്ഞേ, മൾട്ടിപ്പിൾസിന്റെ പ്രോപ്പർട്ടീസ് അല്ലേ? 4 പ്രോപ്പർട്ടീസ് പറഞ്ഞു. എന്താ മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാല്? A number is a multiple of each of its factors. അതായത് ഫാക്ടേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മൾട്ടിപ്പിൾസ് വരുന്നത്. ഓക്കെ, ഇപ്പോ 4 into 8 32. 4ന്റെ മൾട്ടിപ്പിൾ ആണ് 32, അല്ലെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾ ആണ് 32. നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് ആ നമ്പറിന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ, every multiple of a number is greater than or equal to that number. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ഒരു മൾട്ടിപ്പിൾ മാത്രമല്ല, ഇപ്പൊ 5 എന്ന് പറയുന്ന നമ്പറിന് ഒരുപാട് മൾട്ടിപ്പിൾസ് ഉണ്ട്. എപ്പോഴും മൾട്ടിപ്പിൾസ് എന്തായിരിക്കും? ഒന്നുകിൽ അതേ നമ്പർ, അല്ലെങ്കിൽ ആ നമ്പറിനേക്കാളും വലിയത്. Then second one, the number of multiples of a given number is infinite. നമുക്ക് ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസ് തന്നെ, 5ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് കൗണ്ടബിൾ ഏതൊക്കെയാ? 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55. ഇതൊക്കെ 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 5നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഇതൊക്കെ, അല്ലേ? അങ്ങനെ 5നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 5000 കിട്ടും. 5000 എന്ന് പറയുന്നത് 5ന്റെ ഒരു മൾട്ടിപ്പിൾ. 5നെ ലാക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 5 ലാക്ക് എന്ന് കിട്ടും. അപ്പൊ 5 ലാക്ക് എന്ന് പറയുന്നത് 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ നമുക്ക് 5നെ ഏത് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും വേറൊരു നമ്പർ കിട്ടും, അല്ലെ? ഇപ്പൊ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ നമ്പർ 10 crore. 10 crore-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 50 crore കിട്ടും, അല്ലേ? അപ്പൊ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല എത്ര എണ്ണം ഉണ്ട്. ഒരു നമ്പറിന് എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. That is the second property. Then third one, every number is a multiple of 1 and itself. എല്ലാ നമ്പറും 1ന്റെയും അതേ നമ്പറിന്റെയും മൾട്ടിപ്പിൾ ആണ്. ഇപ്പൊ 10 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 1 into 10 എഴുതാം. അപ്പൊ 1ന്റെ മൾട്ടിപ്പിൾ ആണ് 10, 10ന്റെ മൾട്ടിപ്പിൾ ആണ് 10, അല്ലെ? ഏത് നമ്പറിനെ നമുക്ക് 1 into that നമ്പറിന് എഴുതാൻ പറ്റും. ഏത് നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടുക. സോ 1 and that number itself is the multiple of, sorry, every number is a multiple of 1 and itself. എല്ലാ നമ്പറും 1ന്റെയും ആ നമ്പറിന്റെ തന്നെയും മൾട്ടിപ്പിൾ ആണ്. Then fourth one, a number can be a multiple of several different numbers. ഒരു നമ്പറിന് ഇപ്പോ 10 എന്ന് പറയുന്ന നമ്പർ 5ന്റെ മാത്രം മൾട്ടിപ്പിൾ അല്ല, 2ന്റെ മൾട്ടിപ്പിൾ ആണ്, 1ന്റെ മൾട്ടിപ്പിൾ ആണ്, 10ന്റെയും മൾട്ടിപ്പിൾ ആണ്. 50 എന്ന് പറയുന്ന നമ്പർ 5ന്റെ മാത്രം മൾട്ടിപ്പിൾ അല്ല, 1ന്റെ മൾട്ടിപ്പിൾ ആണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണ്, 5ന്റെ മൾട്ടിപ്പിൾ ആണ്, 10ന്റെ മൾട്ടിപ്പിൾ ആണ്, 25ന്റെ മൾട്ടിപ്പിൾ ആണ്, 50യുടെയും മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ ഒരു നമ്പർ ഒരുപാട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. ഓക്കെ, ദാറ്റ് ഈസ് ദി ഫോർത്ത് പ്രോപ്പർട്ടി. ദെൻ അടുത്ത് പറയാനുള്ള കൺസെപ്റ്റ് പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പർ എന്താ? പെർഫെക്റ്റ് നമ്പർ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ പെർഫെക്റ്റ് നമ്പറിനെ പറ്റി? നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞേ. പെർഫെക്റ്റ് നമ്പർ എന്താ? ഹരി, എന്തെങ്കിലും അറിയോ? പെർഫെക്റ്റ് പറഞ്ഞാല് ഒരു പെർഫെക്റ്റ് എന്ന് പറഞ്ഞാല് മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ? അതല്ല അതുപോലെ ഉദ്ദേശിച്ചേ, എല്ലാം തികഞ്ഞത്. പെർഫെക്റ്റ് എന്ന് പറയുമ്പോ അങ്ങനെയല്ലേ പറയാ, എല്ലാം തികഞ്ഞത്.
എന്നാ ആ ഒരു കൺസെപ്റ്റ് അല്ല ഇവിടെ. Here, a number for which sum of all its factors is equal to twice the number is called a perfect number. വല്ലതും മനസ്സിലായോ? നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെന്റൻസാ വായിച്ചേ. വായിക്കുമ്പോൾ ഒന്നുകൂടി നോക്കിക്കോ. A number, page number 44. A number for which sum of all its factors equal to twice the number is called a perfect number. നമ്മൾ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു ഇല്ലേ? ഒരു നമ്പർ തന്നാൽ അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ നമുക്ക് എഴുതാം. ഇപ്പോ ഈവൻ നമ്പർ ആണെങ്കിൽ 1ഉം ആ നമ്പറും അതായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ്. അങ്ങനെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഫാക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആ തന്നിരിക്കുന്ന നമ്പറിന്റെ ഇരട്ടി വരുന്നുണ്ടെങ്കിൽ that number should be a perfect number. എക്സാമ്പിൾ നോക്കാം. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ it is 6. 6 ആണ് ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 6ന്റെ ഫാക്ടേഴ്സ് 1, 2, 3, 6 അല്ലേ? 1, 2, 3, 6 ഇതാണ് 6ന്റെ ഫാക്ടേഴ്സ് ആണല്ലോ. ഇനി ഈ ഫാക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1 + 2 + 3 + 6 എത്ര കിട്ടും? 1 + 2 3, 3 + 3 6, 6 + 6 12. ഫാക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 12 കിട്ടി. 12 എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 6ന്റെ ഡബിൾ ആണല്ലോ. 6 × 2 ആണ്. 6 × 2 ആണ് 12 അല്ലേ? അതായത് നമ്മൾ ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ, കിട്ടുന്ന സം തന്നിരിക്കുന്ന നമ്പറിന്റെ ഡബിൾ ആണെങ്കിൽ 6ന്റെ ഇരട്ടിയാണ് 12 അല്ലേ? ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6ന്റെ ഫാക്ടേഴ്സ് ആയ 1, 2, 3, 6 എന്നീ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അതായത് കിട്ടുന്ന സം 6ന്റെ ഡബിൾ ആണ്, 6ന്റെ ട്വൈസ് ആണ്. These kinds of numbers are called perfect numbers. എന്ത് പറയുന്നു? പെർഫെക്റ്റ് നമ്പേഴ്സ്. അതായത് ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ നമ്പറിന്റെ ഡബിൾ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ, കിട്ടുന്ന സം ആ നമ്പറിന്റെ ഡബിൾ ആണെങ്കിൽ that number should be a perfect number. The smallest example of perfect number is 6. അടുത്ത എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 28. 28ന്റെ കേസ് കൂടെ ഒന്ന് നോക്കാം. 28 ഏതൊക്കെ 28ന്റെ ഫാക്ടേഴ്സ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ടോ? ഇല്ല. 4 ഉണ്ട്, 7 ഉണ്ട്, പിന്നെ 14, 28 അല്ലേ? ഇത്രയും ഫാക്ടേഴ്സ് ആണ് 28ന് വരുന്നത്. ഇനി ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. 1 + 2 + 4 + 7 + 14 + 28 എത്ര കിട്ടുക? 1 + 2 3, 3 + 4 7, 7 + 7 14, 14 + 14 28, 28 + 20 56. ഇവിടെ കിട്ടിയിരിക്കുന്ന 56.
കിട്ടിയിരിക്കുന്ന 56 എന്ന് പറയുന്നത് 28ന്റെ ഡബിൾ ആണ് അല്ലേ? 28ന്റെ ഡബിൾ ആണ് 56. So 28 is a perfect number. 28 is a perfect number. മനസ്സിലായോ? പെർഫെക്റ്റ് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായോ? എന്താ പെർഫെക്റ്റ് നമ്പർ എന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഇനി ഇതിലെ സോൾവ്ഡ് എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് നോക്കാം. എക്സാമ്പിൾ 1. Write all the factors of 32. Write all the factors of 32. 32ന്റെ factors എങ്ങനെയാ നമ്മൾ എഴുതാന്ന് നോക്കാം. 32ന്റെ factors എഴുതണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് 32 വരുന്നത് എന്ന് നോക്കിയാൽ മതി. ഏതൊക്കെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് 32 വരുന്നത് നോക്കാം. 1 into 32 is equal to 32. പിന്നെ 2 into 16. 2ഉം 16ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടും. പിന്നെ 4ഉം 8ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താലും 32 കിട്ടും. വേറെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടുമോ? ഇതിങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? 2 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൃത്യമായിട്ട് പഠിക്കണം. 2 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഫാക്ടേഴ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 49 എന്ന് പറയുന്ന നമ്പർ 49 എന്ന് പറയുന്ന നമ്പർ ഏതൊക്കെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരും? അപ്പൊ നമ്മൾ എല്ലാ ടേബിളും ചൊല്ലി നോക്കേണ്ടി വരും കറക്റ്റ് അറിയില്ലെങ്കിൽ. 1 into 49 ഒരു നമ്പറിന്റെ രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് പെട്ടെന്ന് എഴുതാം. 1ഉം അതേ നമ്പർ. രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് സ്പോട്ടിൽ തന്നെ എഴുതാൻ പറ്റും. ബാക്കി ഏതൊക്കെ നമ്പേഴ്സാ വരുന്നതെന്ന് നമ്മൾ ഇങ്ങനെ ടേബിൾ ചൊല്ലി നോക്കേണ്ടി വരും. 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുമോ 49? വരുമോ? ഇല്ല. 2ന്റെ 4ന്റെ വരുമോ? ഇല്ല. 5ന്റേത് ഇല്ല. 5ന്റേത് എവിടെയും വരുന്നില്ല. 6ന്റേത് 6ന്റെ 1 6 6 2 6 12 3 6 18 6ന്റെ വരുന്നുണ്ടോ? ഇല്ല. 7ന്റേത് 7 7 7ന്റെ വരുന്നുണ്ട്. 7 into 7. അപ്പൊ 7 ഒരു ഫാക്ടറാണ്. ഇനി 8ന്റേത് എവിടെയെങ്കിലും 49 വരുന്നുണ്ടോ? ഫുള്ള് ചൊല്ലി നോക്കേണ്ടി വരും. 9 9 4 9 36 5 9 49 ഇല്ല. 9ന്റെ വരുന്നില്ല. ഇത്രയും സമയം എടുക്കും നമ്മൾ 49 എന്ന് പറയുന്ന നമ്പറിന്റെ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ. അതേസമയം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് ഇത് എഴുതാൻ പറ്റും അറിയോ? ഇപ്പൊ 32 തന്നെ. 32ന്റേത് 1 into 1ഉം 32 നമുക്ക് അപ്പൊ തന്നെ എഴുതാൻ പറ്റും. പിന്നെ 2ഉം 16 2 into 16 32 ആയതുകൊണ്ട്, അതായത് ഓഡ് ഇവൺ നമ്പർ ആയതുകൊണ്ട് 2 എന്തായാലും ഒരു ഫാക്ടർ ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. എല്ലാ ഇവൺ നമ്പേഴ്സിന്റെയും ഒരു ഫാക്ടർ 2 ആയിരിക്കും. ഓക്കെ. പിന്നെ 32 വരുന്നത് 4 into 8 4ഉം 8ഉം. അപ്പൊ ഏതൊക്കെയാ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? 1 2 4 8 16 32. 32ന് ഇത്രയും ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ 2. റൈറ്റ് ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് 84. ഏത് നമ്പറിന്റെ ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞാലും ഫസ്റ്റ് എഴുതേണ്ടത് 1ഉം അതേ നമ്പറും. 1 into 84. 84 എന്ന് പറയുന്നത് ഒരു ഇവൺ നമ്പർ ആയതുകൊണ്ട് 2 ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പൊ 2 into 84 എന്നുള്ളത് 2 into 84ന്റെ പകുതി. 2 into 42. 2 into 42. Arjun, what are you doing that? എന്താ ചെയ്യുന്ന അവിടെ? ഓക്കെ then 84നെ അടുത്തത് 2 കഴിഞ്ഞാല് 3
3 കൊണ്ട് ഏതെങ്കിലും നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 84 കിട്ടുന്നുണ്ടോ നോക്കുക. 3നെ 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 84 കിട്ടും. നെക്സ്റ്റ് 84, 8ഉം 4ഉം. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4ഉം അതിന്റെ ഒരു മൾട്ടിപ്പിളാണ്. 4 × 21. പിന്നെ 6, 4 കഴിഞ്ഞിട്ട് 5 എന്തായാലും വരില്ലേ, കാരണം 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ വൺസിന്റെ പ്ലേസിൽ 5ഓ 0ഓ വരണം. 5ന്റെ മൾട്ടിപ്പിൾ എന്തായാലും ആവില്ല. നെക്സ്റ്റ് 6, 84നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കാം. 6 × 14 വരും. 6 കഴിഞ്ഞാൽ 7, 7നെ 84 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 എന്ന് കിട്ടും. 7 × 12. ഇങ്ങനെ ഓരോ നമ്പറും ചെക്ക് ചെയ്തിട്ട് ഫാക്ടേഴ്സ് എഴുതാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ 84ന്റെ ഫാക്ടേഴ്സ്? 1, 2, 3, 4, 6, 7, 12, 14, 28, 42, 84. ഇത്രയും ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഏതിന്? 84 എന്ന് പറയുന്ന നമ്പർ. എളുപ്പത്തിൽ ഒരു നമ്പർ തരട്ടെ. 100ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചേ. What are the factors of 100? ആർക്ക് പറയാൻ പറ്റും? ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതി വെച്ചോ, എന്നിട്ട് പറഞ്ഞാൽ മതി. 100ന്റെ ഫാക്ടേഴ്സ്. What are the factors of 100? ഫാക്ടേഴ്സ് എഴുതാനുള്ള എളുപ്പ വഴി പറഞ്ഞുതരാം. ഏതൊക്കെയാ ജസ്റ്റസ്? ജസ്റ്റസ് ഫസ്റ്റ് എഴുതി കഴിഞ്ഞു തോന്നുന്നു. ഏതൊക്കെ 1, 2, 4, 5, 20, 25, 50, 100. ഒന്ന് വിട്ടുപോയി. 1, 2, 4, 5, 20, 25, 50, 100 അല്ലേ പറഞ്ഞേ? അല്ലേ? 10 വിട്ടുപോയി. 10 × 10. അതെന്താണെന്നറിയോ? വൺസിന്റെ പ്ലേസിൽ 0 വരുന്നുണ്ടെങ്കിൽ എന്തായാലും 10 അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് അങ്ങനെ ചില ട്രിക്ക് ഉണ്ട്. ഈവൻ നമ്പേഴ്സിന് എപ്പോഴും 2 ഫാക്ടർ ആയിട്ട് വരും. 2ഉം ആ നമ്പറിന്റെ ഹാഫും എന്തായാലും ഫാക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ വൺസിന്റെ പ്ലേസിൽ 5ഉം 0ഉം വരുന്നുണ്ടെങ്കിൽ 5 എന്തായാലും ഒരു ഫാക്ടർ ആയിരിക്കും. വൺസിന്റെ പ്ലേസിൽ 0 ആണ് വരുന്നതെങ്കിൽ 10 must be a factor of that number. 10 എന്തായാലും അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ 100ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയല്ല, ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടി. 1 × 100, 2 × 50. 3 വരുന്നില്ല, 3നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 100 കിട്ടില്ല. 4 × 25, 5 × 20, 6ഉം വരില്ല, 7 വരില്ല, 8 വരില്ല, 9 വരില്ല, 10 × 10. ഇനി ഫാക്ടേഴ്സ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? 1, 2, 4, 5, 10, 20, 25, 50, 100. These are the factors. ഏതൊക്കെയാ? 1, 2, 4, 5, 10, 20, 25, 50, 100. ഇങ്ങനെ താഴെ എഴുതിയാല് ഈ ഒരു ക്രമത്തിൽ എഴുതിയാൽ മതി ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. എന്നാൽ നമ്പേഴ്സ് വിട്ടുപോവില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് അതൊക്കെ നിങ്ങൾ ചെയ്തല്ലേ?
ഓക്കെ, എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി കണ്ടോ പേജ് നമ്പർ 44 ചെക്ക് പോയിന്റ് ആ പെർഫെക്റ്റ് നമ്പറിന്റെ അടുത്തൊരു ചെറിയ ബോക്സ് കണ്ടോ? That is your homework. Match the items in column 1 with the items in column 2. 14 മാച്ച് ചെയ്യുന്നത് ഏതാന്ന് കോളം 2 എന്ന് കണ്ടുപിടിക്കാം. അത് നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് തന്നെ ലൈൻ ചെയ്ത് വെച്ചാൽ മതി, നോട്ടിൽ എഴുതൊന്നും വേണ്ട. ഓക്കെ, കോളം 1 മാച്ച് ആയത് കോളം 2 നിന്ന് കണ്ടുപിടിക്കാം. എന്താ വസുദേവ്? ചെറിയ ബോക്സാ അതില് 40 11 ആ അതന്നെ ചെക്ക് പോയിന്റ് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ? ഓക്കെ, അപ്പൊ അതിപ്പോ തന്നെ വലിയ പണിയൊന്നുമില്ല, ഇപ്പൊ തന്നെ ചെയ്യാലോ. ഇപ്പൊ തന്നെ ചെയ്തിട്ട് എല്ലാവരും ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് എല്ലാവരുടെയും ആൻസർ എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. കേട്ടല്ലോ? ഇനി ഹോംവർക്ക് ചെയ്യാൻ ആരും മടി കാണിക്കല്ലേ, നല്ല മക്കളായിട്ട് ഹോംവർക്ക് ചെയ്യണേ. ഓക്കെ, അപ്പൊ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.